പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയ പരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അധ്യായം 16. ക്രോധത്തിൻ്റെ പാത്രങ്ങൾ. ശ്രീകോവിലിൽ നിന്ന് ആ 7 ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു. നിങ്ങൾ പോയി ദൈവകോപത്തിൻ്റെ ആ 7 പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. ഉടനെ ഒന്നാമൻ പോയി തൻ്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുണ്ടായി. രണ്ടാമൻ തൻ്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു. അപ്പോൾ കടൽ മരിച്ചവൻ്റെ രക്തം പോലെയായി. കടലിലെ സർവ്വജീവികളും ചത്തുപോയി. മൂന്നാമൻ തൻ്റെ പാത്രം നദികളിലും നീരുറവകളിലും ഒഴിച്ചു. അവ രക്തമായി മാറി. അപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു. ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ്. അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചൊരിഞ്ഞു. എന്നാൽ അങ്ങ് അവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു. അതാണ് അവർക്ക് കിട്ടേണ്ടത്. അപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു. അതെ, സർവശക്തനും ദൈവവുമായ കർത്താവെ, അങ്ങയുടെ വിധികൾ സത്യവും നീതിയും നിറഞ്ഞതാണ്. നാലാമൻ തൻ്റെ പാത്രം സൂര്യൻ്റെ മേലൊഴിച്ചു. അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു. അത്യുഷ്ണത്താൽ മനുഷ്യൻ വെന്തെരിഞ്ഞു. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു. അവർ അനുതപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. അഞ്ചാമൻ തൻ്റെ പാത്രം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേലൊഴിച്ചു. അപ്പോൾ അതിൻ്റെ രാജ്യം കൂരിരുട്ടിൽ ആണ്ടു. മനുഷ്യർ കഠിനവേദന കൊണ്ട് നാവ് കടിച്ചു. വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് അനുതപിച്ചില്ല. ആറാമത്തെ ദൂതൻ തൻ്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിലൊഴിച്ചു. അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി. അങ്ങനെ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെട്ടു. സർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. അവർ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചികാത്മാക്കളാണ്. ഇതാ, ഞാൻ കള്ളനെ പോലെ വരുന്നു. നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഹെബ്രായ ഭാഷയിൽ ഹർമാഗദോൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ അവരെ ഒന്നിച്ചുകൂട്ടി. ഏഴാമൻ തൻ്റെ പാത്രം അന്തരീക്ഷത്തിലൊഴിച്ചു. അപ്പോൾ ശ്രീകോവിലിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം പുറപ്പെട്ടു. ഇതാ തീർന്നു. അപ്പോൾ മിന്നൽ പിണരുകളും ഉച്ചഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായതു മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പവുമുണ്ടായി. മഹാനഗരം 3 പിളർന്നു. ജനതകളുടെ പട്ടണങ്ങൾ നിലം പതിച്ചു. തൻ്റെ ഉഗ്ര ക്രോധത്തിൻ്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു. ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു. പർവ്വതങ്ങൾ കാണാതായി. താലന്തുകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു. കന്മഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു. അത് അത്ര ഭയങ്കരമായിരുന്നു. പ്രിയ ദൈവജനമേ, വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാടിൻ്റെ പുസ്തകത്തിലെ 16-ാം അധ്യായം കർത്താവിൻ്റെ അന്ത്യവിധിയെക്കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷണമാണ് നമുക്ക് നൽകുന്നത്. ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 കലശങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടുന്നതും അത് പാപത്തിൻ്റെ പാരമ്യത്തിലെത്തിയ ലോകത്തിൽ വരുത്തുന്ന വിനാശകരമായ ഫലങ്ങളും നാം കാണുന്നു. ഈ ദർശനങ്ങൾ ഭയപ്പെടുത്തുന്നവയാണെങ്കിലും അവ വെറും നാശത്തിൻ്റെ ചിത്രങ്ങളല്ല, മറിച്ച് മാനസാന്തരത്തിലേക്കുള്ള അന്ത്യകാല മുന്നറിയിപ്പുകളാണ് നിങ്ങൾക്കും എനിക്കും. അവിടുത്തെ നീതിനിഷ്ഠമായ ന്യായവിധിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പാപത്തിൻ്റെ ആത്യന്തികമായ ഭവിഷ്യത്തുകളെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഓരോ കലശവും ഒഴിക്കുമ്പോഴും മനുഷ്യർ ദൈവത്തെ തള്ളിപ്പറയുന്ന കാഴ്ച ഹൃദയ കാഠിന്യത്തിൻ്റെ ആഴം എത്ര വലുതാണെന്ന് വെളിപ്പെടുത്തുന്നു. ഈ അധ്യായം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനം ദൈവത്തിൻ്റെ ന്യായവിധി പെട്ടെന്നുള്ളതോ അകാരണമായതോ അല്ല, മറിച്ച്
മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ സ്വാഭാവിക പരിണത ഫലമാണ് എന്നതാണ്. പാപത്തിൽ ആനന്ദിക്കുകയും മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിന് ഒടുവിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഇല്ലാതാകുന്നു. കർത്താവിൻ്റെ കൃപയെ നിരന്തരം അവഗണിക്കുന്നവർ തങ്ങളുടെ പാപത്തിൻ്റെ കൈപ്പേറിയ ഫലങ്ങൾ സ്വയം അനുഭവിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. ഇവിടെ സഹോദരങ്ങളെ നാം കാണുന്നത് ദൈവത്തിൻ്റെ ക്ഷമയുടെ അതിരുകൾക്കപ്പുറം പോയ ഒരു ദുഷിച്ച സമൂഹത്തിൻ്റെ ചിത്രമാണ്. ന്യായവിധി നടക്കുമ്പോഴും മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല എന്ന വസ്തുത മാനുഷികമായ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഭീകരത വെളിവാക്കുന്നു. ഇത് നമ്മെ ഓരോരുത്തരെയും ആത്മപരിശോധനയ്ക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ വഴികളെയാണോ അതോ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെയാണോ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഇതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പാഠം മാനസാന്തരം എന്നതും ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങിവരവ് എന്നതും ഒരു തുടർ പ്രക്രിയ ആയിരിക്കണം എന്നതാണ്. അന്ത്യവിധി നാളിൽ കരയുന്നതിനേക്കാൾ നല്ലത് ഇന്ന് തന്നെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിങ്കിലേക്ക് തിരിയുന്നതാണ്. പ്രിയ സഹോദര സഹോദരി, നമുക്ക് നല്ലത്. ദൈവം നമ്മെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല, മറിച്ച് രക്ഷിക്കാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ നാം ദുരുപയോഗം ചെയ്യരുത്. ഓരോ ദിവസവും ദൈവഹിതമനുസരിച്ച് ജീവിക്കാനും അവിടുത്തെ സ്നേഹത്തിൽ വളരാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ മുഴുകി നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് നഷ്ടപ്പെടരുത്. 16-ാം അധ്യായത്തിലെ ദർശനങ്ങൾ ഇന്നത്തെ ലോകവുമായി അങ്ങേറ്റം ബന്ധപ്പെട്ട് നിൽക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും മഹാമാരികളും യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഇവയെല്ലാം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ചെറിയ പതിപ്പുകളായി നമുക്ക് കാണുവാൻ സാധിക്കും. ലോകം ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും വളരെയധികം മുന്നോട്ട് പോയപ്പോഴും നൈതികവും ധാർമ്മികവുമായ മൂല്യങ്ങളിൽ നാം പിന്നോട്ട് പോവുകയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും അസമത്വം വർദ്ധിക്കുന്നതും പരസ്പര സ്നേഹം കുറയുന്നതും വെളിപാടിലെ കലശങ്ങൾ ഒഴിക്കുന്നതിൻ്റെ ആധുനിക കാലത്തെ പ്രതിഫലനങ്ങളായി നമുക്ക് കാണാം. ഈ സംഭവങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: നാം ദൈവത്തിലേക്കും നന്മയിലേക്കും മടങ്ങി വന്നില്ലെങ്കിൽ ലോകം കൂടുതൽ വലിയ വിപത്തുകളിലേക്ക് നീങ്ങും. ഈ വെളിപാടുകൾ പഴയ നിയമ പ്രവചനങ്ങളുമായി അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, പുറപ്പാട് പുസ്തകത്തിലെ ഈജിപ്തിലെ 10 ബാധകളെ ഈ അധ്യായത്തിലെ ന്യായവിധികളുമായി താരതമ്യം ചെയ്യാം. നദികളും കടലും രക്തമായി മാറുന്നതും വ്രണങ്ങൾ ഉണ്ടാകുന്നതുമെല്ലാം പഴയ നിയമത്തിലെ ശിക്ഷാവിധികളെ അനുസ്മരിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ ശിക്ഷിക്കാനും ഇടപെട്ടതുപോലെ അന്ത്യകാലത്തും അവിടുന്ന് ഇടപെടും എന്ന ഉറപ്പാണ് ഇത് നമുക്ക് നൽകുന്നത്. യേശയ്യാ പ്രവാചകൻ്റെയും ജെറമിയ പ്രവാചകൻ്റെയും പുസ്തകങ്ങളിൽ വിവരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം ഈ അധ്യായത്തിലെ കലശങ്ങളിലൂടെ പൂർണ്ണമായി വെളിപ്പെടുന്നു. ദൈവത്തിൻ്റെ നീതി എന്ന ആശയം പഴയതും പുതിയതുമായ നിയമങ്ങളിൽ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ആശയമാണ്. പുതിയ നിയമത്തിൽ ഈ ന്യായവിധി വിവരണങ്ങൾ കർത്താവായ യേശുവിൻ്റെ 2ാം വരവിൻ്റെ മുന്നോടിയായാണ് കാണപ്പെടുന്നത്. യേശു തൻ്റെ പ്രബോധനങ്ങളിൽ അന്ത്യകാല അടയാളങ്ങളെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. മത്തായി 24-25 അധ്യായങ്ങളിൽ. 16-ാം അധ്യായത്തിലെ അവസാന വാക്യങ്ങളിൽ പറയുന്ന മഹാബാബിലോണിന് ദൈവം തൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞ് നൽകുന്നത് യേശുവിൻ്റെ വിജയത്തെയും തിന്മയുടെ സമ്പൂർണ്ണമായ പരാജയത്തെയും സൂചിപ്പിക്കുന്നു. ഈ നല്ല പാഠം യേശുവിലുള്ള രക്ഷയുടെ പൂർണ്ണതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധമാക്കപ്പെട്ടവർക്ക് ഈ ന്യായവിധി ഭയപ്പെടേണ്ടതില്ല. യേശു മാത്രമാണ് നമ്മുടെ ഏക ആശ്രയവും രക്ഷയും. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ 2ാം വരവിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ നാം അനുദിനം പരിശ്രമിക്കണം. ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവിടുത്തെ കൃപ നമ്മെ താങ്ങിക്കൊള്ളും. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാം. നിത്യ ജീവിതമെന്ന സമ്മാനം നമുക്കായി കാത്തിരിക്കുന്നു. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി, നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.